ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 10th പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി 10th പ്രിലിംസ് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ പഠിത്തത്തിനെ അത് വളരെയേറെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1957. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957 മറക്കരുത്. അടുത്ത ചോദ്യം: ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഇതാണ്: ജസ്റ്റിസ് ഫസൽ അലി. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ ദേശീയോത്സവം. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? 4 ഓപ്ഷനിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ്, ഓണം. കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം. അടുത്ത ചോദ്യം: വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം: വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം അംഷി നാരായണപിള്ള. ഉത്തരം അംഷി നാരായണപിള്ളയാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവാണ് അംഷി നാരായണപിള്ള. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദിയാണ് പയ്യന്നൂർ. അടുത്ത ചോദ്യം നോക്കാം. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഉത്തരം കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്.
സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ സി. സ്കർവി വിറ്റാമിൻ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗൗരി പാർവതി ബായി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഉത്തരം ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വച്ച്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ചോദ്യം ഇതാണ്: ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻസ്: പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട്. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് വയനാട്. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.